ഹേ ഗായ്സ് അപ്പോൾ അങ്ങനെ നമ്മൾ കടയിൽ വന്നു കേട്ടോ. കടയിൽ നിന്നും സാധനങ്ങൾ എടുക്കണം. അതിനി മേളോട്ട് കയറണം ഗായ്സ്. അപ്പോൾ ഓരോ സെക്ഷനിലായിട്ടാണ് ഓരോ സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഞാനും വിശാണനും അനിയനും കൂടെ മേളോട്ട് കയറി പോകാൻ മേളോട്ട് കയറുകയാണ്. അപ്പോൾ ഗായ്സ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേളിൽ വന്നു ഗായ്സ്. അപ്പോൾ ഇവിടെ ഉള്ളത് സ്വിച്ച് ബോർഡും ഒക്കെയാണ്. അപ്പം ഇതാണ് ബോർഡ്, എല്ലാം സെപ്പറേറ്റ് ആണ് സ്വിച്ചും ബോർഡൊക്കെ. അപ്പോൾ നമ്മളിത് വീട്ടിൽ കൊണ്ടുവേണം സെറ്റ് ചെയ്യാൻ. ഗായ്സ് അപ്പോൾ ഈ കാണുന്ന ബോക്സാണ്, നമ്മൾ ഭിത്തിക്കകത്ത് വെക്കുന്ന ബോക്സാണിത്. ഇത് തടിയുടെയാണ്, പക്ഷെ നമുക്ക് ഇരുമ്പിൻ്റെയാണ് നല്ലത്. നമ്മൾ ഇരുമ്പിൻ്റെയാണ് എടുത്തത്. ഗൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴെ വന്നു. ഇനിയും വയറൊക്കെയാണ് ഗൈസ്. ഇതാണ് വയർ, ഭിത്തിക്കകത്തൂടെ വലിക്കുന്ന വയറാണിത്. പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് മൂന്നാമത്തെ നിലയിലോട്ടാണ് ഗൈസ്. ഇത് ടാപ്പൊക്കെയാണ്, ബാത്റൂമിലേക്ക് വരുന്ന ടാപ്പും കിച്ചണിലേക്ക് വരുന്ന ടാപ്പൊക്കെയാണ്. ഇതേ ഗൈസ് ഇതുപോലത്തെ ഫ്ലഷും ടാപ്പൊക്കെയാണ്. ഇത് കണ്ടോ, പൈപ്പും കിച്ചണിലേക്കുള്ള പൈപ്പും കാര്യങ്ങളൊക്കെയാണ്. വിശാലിന് ഇത്തിരി ഒരെണ്ണം വേണമെന്ന് പറഞ്ഞു, വിശാലിന് ഒരെണ്ണം എടുത്തായിരുന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളിത് സാധനമെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. ഗൈസ് അപ്പോൾ അടുത്ത് നമ്മൾ ലൈറ്റ് എടുക്കാനാണ് പോകുന്നത്. ലൈറ്റ് നേരെ തൊട്ട് ഓപ്പോസിറ്റ് കടയാണ്. ലൈറ്റിൻ്റെ കട ഇവിടെ തന്നെ ഷോപ്പാണ് ഗൈസ്. അപ്പോൾ റോഡിൻ്റെ തൊട്ടപ്പുറത്താണ്. റോഡ് ഭയങ്കര തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വളരെ നോക്കി വേണം പോകാൻ ഗൈസ്. ഇതാണ് തിരക്കാണ് കേട്ടോ. ഞാൻ ഇത്രയും തിരക്ക് നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മളെ ചങ്ങനാശ്ശേരിയിൽ വെച്ച്. ഇതുപോലെ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഹോൾസെയിൽ കടകളാണ് ഇവിടെ ഫുള്ളും. കണ്ടില്ല, ലോറിക്കകത്ത് സാധനമൊക്കെ ഇറക്കുന്നതാണ്. ഹാങ്ങിങ് ലൈറ്റ് നമുക്ക് എന്തായാലും ഒരു ഹാങ്ങിങ് ലൈറ്റ് വേണം. എനിക്ക് നല്ലത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇത് തലയിടിക്കും. നമുക്കിനി ബാക്കി ലൈറ്റ് നോക്കാം. ഗൈസ് ഭാഗത്തോട്ട് കയറിയപ്പോൾ ഒരുപാട് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഗൈസ് നമുക്ക് പറ്റിയ ലൈറ്റൊന്നും ഇവിടെ ഇല്ലായിരുന്നു. നമുക്കൊരു ബീമിന് മണ്ടയ്ക്കാണ് ലൈറ്റ് ഇടേണ്ടത്. വീടിൻ്റെ മണ്ടക്കൂടെ ബീം പോകുന്നതിൻ്റെ അവിടെയാണ് നമ്മൾ ലൈറ്റ് വരുന്നത്. ഇത്രയും വലുത് അവിടെ എന്തായാലും ഇടാൻ പറ്റത്തില്ല, ബീമിനകത്ത് ഇരിക്കത്തില്ല. വിശാലിന് ലൈറ്റ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ശരി, അതിൻ്റെ കളർ അല്ലേ വ്യത്യാസം? വെള്ളം സൂപ്പർ. ബാക്കിയുള്ള ലൈറ്റ് നമ്മളെടുത്ത് ഗൈസ്. അപ്പോൾ എല്ലാം എടുത്ത് നമ്മൾ ഇപ്പോൾ ഈ മെയിൻ ഷോപ്പിലോട്ട് പോവുകയാണ്, തൊട്ടപ്പുറത്താണ് ഗൈസ്. അപ്പോൾ ഇതെല്ലാം സാധനങ്ങൾ എടുത്തതാണ്. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യണം ഗൈസ്. ഇതെല്ലാം ബില്ലനുസരിച്ച് പാക്ക് ചെയ്യണം. ചേട്ടനെല്ലാം പാക്ക് ചെയ്യുവാണ്. ഇവിടെ വിശാണനും കൂടി കയറ് കെട്ടാൻ വേണ്ടി നല്ല ടൈറ്റ് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ വണ്ടിക്കകത്ത് നല്ല ആടി അല്ലെങ്കിൽ ലൈറ്റ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം കയറ്റി കേട്ടോ. കയറ്റൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് അപ്പം അനിയും പറഞ്ഞില്ല കാണിച്ചാൽ മതിയെന്ന് ഗൈസ്. അത് ചെക്ക് പോസ്റ്റ് പോലീസ് ചോദിക്കുവാണെങ്കിൽ എൻ്റെ ബില്ല് കാണിക്കണമെന്നാണ് അനിയും പറഞ്ഞത് ഗൈസ്. അപ്പം ഈ ബോക്സ് എനിക്ക് വണ്ടിയിലോട്ട് കയറ്റുന്നത് വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്നുമല്ല, റോഡിന് ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ വണ്ടി പോയി സെപ്പറേറ്റ് പോയി എടുത്തുകൊണ്ട് വന്നിട്ട് കയറ്റുമായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്, ആ റോഡ് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇടുങ്ങിയ റോഡുമാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ തെങ്കാശി തിരിച്ചു കേട്ടോ. നമ്മളിനി നേരെ തെങ്ങമലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ ബോർഡ് കയറുന്ന കാര്യം, അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഒരു സമയം ഒരു 12 മണിയായി കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിപ്പോയി ബില്ലൊക്കെ അടിച്ച് വന്നപ്പോൾ തന്നെ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.